അല്ല, അതൊക്കെ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ അതിന്റേതായ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരം ഞങ്ങൾ പരിഹരിക്കും. അതായത് ഹൈക്കോടതിയിൽ അതിന് പരാമർശം നീക്കാൻ നടപടി അതെല്ലാം പിന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമല്ലേ. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പൊ അക്കാര്യം സ്റ്റാൻഡിംഗ് കൗൺസിലിനെ അറിയിച്ചു കഴിഞ്ഞു? എല്ലാം അറിയിച്ചു കഴിഞ്ഞു. അത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകളൊക്കെ നമ്മൾ രേഖകളല്ലല്ലോ, അതൊക്കെ നമുക്ക് എന്താണോ ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, അനുസരിക്കും. അന്ന് വന്നത് പിഴവാണെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? ഞാൻ പറയുന്നത് പിഴവല്ല. അതെങ്ങനെ പിഴവെന്ന് പറയാൻ പറ്റും? അല്ല, പിഴവെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും അന്ന് കോടതി എന്താ പറഞ്ഞത്? 2019 സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനാണ് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ പോയത് എന്ന് പറഞ്ഞാൽ അതൊരു അനുമാനമാണ്. ആ അനുമാനം ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പിന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അറിയിക്കാതെ പോയതിലൊരു വീഴ്ച വന്നിട്ടുണ്ടല്ലോ. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പോയതിലൊരു വീഴ്ച വന്നിട്ടുണ്ടല്ലോ. സംഗതി എല്ലാം പ്രൊസീജിയറും പാലിച്ചാണെങ്കിലും സ്പെഷ്യൽ കമ്മീഷൻ അറിയിച്ചിട്ടില്ലല്ലോ. അതൊരു വീഴ്ച തന്നെയല്ലേ. അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിലായിരിക്കും കോടതി അങ്ങനെ അനുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ തിരുവാഭരണ കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അസിസ്റ്റന്റ് ലോ ഓഫീസർക്കൊക്കെ ഞങ്ങൾ അതുമായി എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയിക്കാത്തതെന്ന് വിശദീകരണ നോട്ടീസും കൊടുത്തിട്ടുണ്ട്. അത് അതിന്റേതായ നടപടിക്രമങ്ങളായി മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, ഈ ഇന്നിപ്പോ കാണാതായെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തിയതായിട്ട് പറയുന്നു. അപ്പൊ ഇത് ഒറിജിനൽ സ്വർണമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന മികച്ച രീതിയിലല്ലേ SITയുടെ അന്വേഷണം നടക്കുന്നത്. അവരുറപ്പായിട്ടും അത് കണ്ടെത്തും. അത് ചെയ്യും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. സ്വർണം കണ്ടെത്തും എന്നുള്ളതാണ്. കണ്ടെത്തണ്ടേ? സ്വാഭാവികമായി അതിനാണല്ലോ കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത്. SITയുടെ അന്വേഷണം നടക്കുന്നത്. തത്തുല്യമായ അളവിൽ കണ്ടെത്തിയാൽ മതിയോ? ഒറിജിനൽ അതെല്ലാം അന്വേഷണ സമിതി മികച്ച രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസമുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നതായതുകൂടി കൊണ്ട് തന്നെ കൃത്യമായും അത് കണ്ടെത്തുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പ്രസിഡന്റ് എപ്പോഴും പറയാറുണ്ട്, അയ്യപ്പന്റെ ഒരു തരി പൊന്നു പോലും ഒരിക്കലും നഷ്ടപ്പെടില്ല, അങ്ങനെ അത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടും എന്നുള്ളത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അതിൽ അന്നത്തെ ഒരു മൂല്യം കണക്കാക്കി ഏതെങ്കിലും സ്വർണം കിട്ടിയാൽ മതി. അയ്യപ്പന്റെ സ്വർണത്തിന് മൂല്യം കണക്കാക്കാൻ പറ്റുമോ? അതൊക്കെ ഞാൻ ആധികാരികമായി പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ അന്വേഷണമൊക്കെ നടക്കുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാന്റെ ഒരു തരി പൊന്നു പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് എങ്ങനെയാണ്, മൂല്യമാണോ മൂല്യമല്ലേ എന്നൊക്കെ പറയുന്നത് ഞാനല്ല. അതൊക്കെ സ്വാഭാവികമായി അതിന്റെ ഭാഗമായി അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടത്തുമ്പോൾ കുറ്റവാളിലേക്ക് എത്തുമ്പോൾ അത് പറയിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ടല്ലോ, നേരത്തെ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ ഒരു നടപടി, അവർക്കൊരു നിയമോപദേശമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും നിയമോപദേശം അല്ല, നിയമോപദേശം കിട്ടി. പക്ഷെ നമുക്ക് ഈ അന്വേഷണം നടന്ന കുറ്റവാളികളാണ് എന്ന് വിധിക്കപ്പെട്ടാൽ മാത്രമല്ലേ നമുക്ക് അവരുടെ ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അന്വേഷണം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഈ അന്വേഷണം മുരാരി ബാബുവിലും ഒറ്റിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. കൂടുതൽ ഉന്നതങ്ങളിലേക്കൊന്നും പോകുന്നത് കാണുന്നില്ല. അതൊക്കെ നടന്നോളും. അതൊക്കെ ഉന്നതങ്ങൾ അതിൽ ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അന്വേഷണ സമിതി കണ്ടെത്തും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു സർക്കാരിന്റെ ഭാഗമായി നിയമിച്ച അന്വേഷണ സമിതി അല്ല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ ഡയറക്ടറായിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ തന്നെ അന്വേഷണം പോകും. ശരിയായ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്തും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ സർക്കാരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. പ്രതിയായി ചേർക്കപ്പെട്ട ജീവനക്കാരുണ്ടായിരുന്നു, വിരമിച്ച. അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങളുടെ ആ കാര്യം ഇന്നലെ ബോർഡ് യോഗം തീരുമാനിക്കും. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഒരു കുറ്റവാളികളാണ് എന്ന് ഉറപ്പിച്ചാൽ മാത്രമല്ലേ നമുക്ക് പെൻഷൻ ആനുകൂല്യമൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ മറ്റ് അവരുടെ ആസ്തികൾ തിരിച്ചു പിടിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ നടപടികളിലേക്ക് ബോർഡ് പോകും. നേരത്തെ തിരുവാഭരണ കമ്മീഷണർ ഈ കാര്യങ്ങളൊക്കെ തടഞ്ഞുകൊണ്ടൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞൊരു കഥ, അത് മാത്രം താങ്കൾ പല രേഖയും പുറത്തുവിട്ടു. തിരുവാഭരണ കമ്മീഷണർ അന്ന് തന്ന കത്ത് മാത്രം താങ്കൾ പുറത്തുവിട്ടതായി കാണുന്നില്ല. ബോർഡ് പ്രസിഡന്റിന് ഒരു ഇൻഫോം ചെയ്തിരുന്നു എന്നാണ് തിരുവാഭരണ കമ്മീഷണർ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിന് വൈദഗ്ധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്, അതിൽ തിരുവാഭരണം കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും സ്മാർട്ട് ക്രിയേഷനോടും എഴുതി തന്നെ ചോദിച്ചിട്ടുണ്ട്.
ആ കത്ത് നിങ്ങൾ കണ്ടു കാണത്തില്ല. അത് അതിന്റെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? തിരുവാഭരണം കമ്മീഷണർ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും പിന്നെ എന്തായാലും പോറ്റി കട്ട പൊന്ന് ഇപ്പോൾ കയ്യോടെ പിടികൂടിയിരിക്കുന്നു SIT എന്ന വാർത്ത വരുന്ന ഘട്ടത്തിൽ നിലവിലെ ബോർഡ് പ്രസിഡന്റിന് എന്ത് പറയാനുണ്ട് എന്നത് പ്രസക്തമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനില്ല.